അല്ല നിറാശൻ, പണ്ട് വനജേച്ചിയായിട്ട് ഒളിച്ചോടിയപ്പം പേടി തോന്നിയില്ലേ? എടാ വിനയ, എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അന്നെനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ധൈര്യമായിട്ടില്ലടാ. എടാ, എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടുമായിരിക്കും. അല്ലടാ? പിന്നെ അടിയിലോ ചടിയോ തീ കൂട്ടറാ. മോനെ നീ പോ, എന്റെ മുഖത്ത് വെള്ളം നിൽക്കും. അതാ സത്യം ഭാഷ വീഡിയോ എത്തിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഭയങ്കര ബോധന. വാടാ വാടാ, ഒന്ന് നടക്കുന്നോ? പിടിയടാ. എത്ര കാലമായി നീ കിടക്കുന്ന കണ്ടു. കഴിഞ്ഞോടി? വേഗം ആവട്ടെ, അവിടെ തുടങ്ങാറായി. ഒറ്റടിക്കാൻ കാലി. ഇനി ഇവനെ കളിയാക്കാം. എടാ വിനെ, നിനക്ക് എന്തെല്ലാം കിട്ടിയത് കേട്ടല്ലോ. ഹാപ്പി അല്ലേ? എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വടക്കം ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന്. അണ്ണൻ പറഞ്ഞത് മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ലെന്ന്. എന്നാ മനസ്സിലാക്കി തരാടാ. മനസ്സിലാക്കി തരാം. രാത്രി പെണ്ണിന്റെ വീട്ടിൽ എടുത്തോളാടാ നിന്നെ. അവന്റെ അമ്മൂമ്മയുടെ ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിന്ന് പിടിച്ചൂന്ന് നീ അറിഞ്ഞില്ലേ? അതിനെ ചൊല്ലിയുള്ള ബഹളം അവിടെ കേട്ടത്. എന്നിട്ട് ഭഗവാൻ ശരിക്കും കൊടുത്തുന്നാ കേട്ട്. നാല് ചെക്കൻ്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പുളിങ്കൊമ്പിലാ. അതേ പറഞ്ഞുണ്ട്. വിനയ, നീ ആള് കൊള്ളാലടാ. ഞങ്ങൾക്ക് അടുത്തെങ്ങാനൊരു സദ്യ കിട്ടുവാ. നടക്കും നടക്കും, ഭഗവാനാണ് ആള്. എന്നാലും ആ പെണ്ണിന്റെ ഒരു ധൈര്യം. നീ അത് കണ്ടോ? എന്തിനാ? വേർപ്പിന്റെ ഉപ്പുരസത്തിലും പ്രണയമുണ്ടടാ. പണവും പ്രതാപവും എല്ലാം പ്രശ്നമായിരുന്നു. പക്ഷെ ചങ്കൂറ്റത്തോടെ വിളിച്ചിറക്കിക്കൊണ്ടൊന്ന് പൊന്നുപോലെ എന്നെ നോക്കുന്നേ. മറ്റെന്തിനേക്കാളും അവക്ക് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം. ഒരു പെണ്ണിന്റെ ധൈര്യവും ശക്തി ഒരാണ് തന്നെയാടാ. ചങ്കുറപ്പുണ്ടോ നിനക്ക് അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ? പോവാം ദൂരെ ഈരാവിൻ ചെല്ലടാ തേരേറി പെണ്ണേ പോവാം ദൂരെ ഈരാവിൻ തേരേറി ദൂരെ മായുന്ന
സൂര്യനായി ഞാനും അകലെ സന്ധ്യയിലേകയായി നീയും പോകേ